പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്ന് ഇറങ്ങി വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോ ദൈവപുത്രനാണെന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. യേശുവിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് നിറഞ്ഞു. യേശുവിനെ ശക്തിപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും സഹിക്കുവാനുള്ള കൃപകൾ കൊടുക്കുന്നതുമെല്ലാം പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവാണ് യേശുവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രോഗികളെ സുഖമാക്കാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും അതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കുവാനുമുള്ള എല്ലാ ശക്തിയും പരിശുദ്ധാത്മാവാണ് യേശുവിനെ കൊടുത്തത്. ലൂക്ക 4:18 യേശു വ്യക്തമാക്കുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പല വിധത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവർക്കും രോഗത്താൽ വിഷമിക്കുന്നവർക്കും സാത്താൻ്റെ പിടിയിൽ കഴിയുന്നവർക്കും എല്ലാ അന്ധകാരത്തിൽ കഴിയുന്നവർക്കും യേശുനാഥനാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. യേശുവിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് യേശുവിനെ അതിന് പ്രാപ്തനാക്കുന്നത്. വിശ്വാസത്തോടെ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ യേശു പറയുകയാണ്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന്. അവൾ യേശുവിനെ ഗാഢമായി വിശ്വസിച്ചു. യേശുവിൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റിയില്ലെങ്കിലും വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ താൻ രക്ഷ പ്രാപിക്കും, താൻ സുഖം പ്രാപിക്കും എന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചിരുന്നതായി ബൈബിളിൽ കാണുന്നുണ്ട്. ലൂക്ക 8:45 യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? യേശു പറയുകയാണ്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. യേശുവിൽ നിന്ന് പുറപ്പെട്ട് വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ സൗഖ്യം കൊടുത്തത്. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാനും ആ ബന്ധനത്തിൽ നിന്ന് മക്കളായ നമ്മെ മോചിപ്പിക്കുവാനും യേശുവിന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കാനാണ് യേശു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ നാം കാണുന്നത്. യേശു പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നതും കൂനുള്ള സ്ത്രീയെ സൗഖ്യം കൊടുക്കുന്നതും പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ യേശുവിന് കഴിയും എന്ന് തെളിയിക്കുകയാണ്. യെശയ്യാ 61:1-2 തിരുവചനങ്ങളിൽ വിമോചനത്തിൻ്റെ സദ്വാർച്ച നാം കാണുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പീഡിക്കപ്പെടുന്നവരും ദുഃഖിക്കപ്പെടുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും എല്ലാം മോചിക്കപ്പെടുന്നത് യേശുവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. വിശ്വാസത്തോടെ നാം ദൈവത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ദൈവവചനത്തെ എളിമയോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലും വന്ന് നിറയും.
പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോൾ നമുക്ക് വിടുതൽ ഉണ്ടാകും, സ്വാതന്ത്ര്യം ലഭിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യും. കൂദാശകളിലൂടെയും ദൈവവചനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നുണ്ട്. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും മുടങ്ങാതെ നാം സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ചെയ്യണം. യോഹന്നാൻ 1:12 തിരുവചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മെ ദൈവമക്കളുടെ സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.